ഭയങ്കര യുദ്ധമാണ് മക്കളെ അവിടെ നടക്കുന്നത്. മുറ കൂട്ടി കളിക്കുന്നു. മുഖത്തേക്ക് തെറിക്കിട്ടാ. ഇവിടെ ഫുള്ളും കോമഡിയാണ്. മുട പൊട്ടി തെറിക്കുന്നുണ്ട്. ആ കൈപൊളി 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 ആ കൈപൊളി 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 കൈമയ്ക്ക് തെറിക്കും. അമ്മ മുഖം 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 ഇങ്ങോട്ട് പോന്നെ. മുഖം 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 ആ മുഖം ഒന്ന് കഴിക്കാം. വെള്ളം ഒപ്പിച്ച് കഴിക്കാം മുഖം ഒന്ന്. ആ ഒരു സീനാണ് കേട്ടാ. ഓ മുഖത്തേക്കൊക്കെ തെറിക്കണേ. ഓൻ്റെ അമ്മോ. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടച്ചിക്ക് കൊണ്ടുവന്നിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് അവിടുന്ന് വെട്ടി സൂപ്പറാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം അമ്മയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെട്ടാനും പിടിക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് കട്ട് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ അത് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചെങ്ങാണ്ട് ആൾ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. കണ്ടാ അവർ കറക്റ്റ് നല്ല വൃത്തിക്ക് കട്ട് ചെയ്ത് സൂപ്പറാക്കി കൊടുക്കുന്നത്. ഇത് കഴുകാനുള്ളതുള്ളൂ അല്ലേ? മീൻ കഴുകുക. ആ ഓക്കെ. അപ്പോൾ എല്ലാവരുടെ ഇഷ്ടമുള്ള മീൻ തന്നെ ആയിരിക്കും ഇത്. പഞ്ഞീനുണ്ട്, പഞ്ഞിയുണ്ട്. കാണിച്ചാണി കയ്യിൻ്റെ ഉള്ള കയ്യിൽ വെച്ച് കാണിച്ചാണി. ആ പൊളിട്ടാ, അടിപൊളി. ആ വറക്കണേൽ ഇട്ടാൽ മതി. അത് സൂപ്പർ. ഒരാൾക്കുള്ളതുള്ളൂ കേട്ടോ അത്. പഞ്ഞീന് അടിയാവും ഇനി. അപ്പോൾ പറഞ്ഞ മാതിരി ഈ ഏട്ടച്ചിക്കിൻ്റെ മൂട ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. ഇഷ്ടമുള്ളവരുണ്ടാവും. അത് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ സൂപ്പറാണ്. ഇപ്പോൾ ഇത് കണ്ടത് നന്നായി ആയിരുന്നു. അപ്പോൾ അത് ഡ്യൂട്ടിക്ക് പോകാൻ റെഡി ആയിക്കുക. ഇനി 2 മണിക്ക് കാണാം. മീൻ കഴുകുകയാണ്. ആ ചോറിട്ടാ പോണത് വന്നിട്ടാവും. അത് വറക്കാനുള്ളത് എടുക്കാം. ഏതാതിരി കറിയൊക്കെ ഉള്ളത്? ഇത് കറി വെക്കാന്, ഇത് വറക്കാന്. അപ്പോൾ ഓക്കെ. അപ്പോൾ ആ പരിപാടി നടക്കട്ടെ. ഇനി തക്കാളി ഒക്കെ മുറിക്കട്ടെ. തക്കാളി എടുക്കട്ടെ. ഈ സംഭവം കഴിച്ചിട്ടുള്ളവർക്കൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഏട്ടത്തിയിലൊക്കെ അധികം ആൾക്കാർ കഴിക്കല് കുറവായിരിക്കും. കാരണം നല്ല മുള്ളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവർക്കൊന്ന് കമന്റ് ചെയ്യാം അല്ലേ? നല്ല ടേസ്റ്റ് ഉള്ള സാധനം. ഇത് ഇടയ്ക്ക് മാർക്കറ്റ് വരും. ഇവിടെ വരും. ഇവിടെ നല്ല ടേസ്റ്റ് അത്. കറിയേ കറി വെച്ചാലും മറത്താലൊക്കെ സൂപ്പറാണ്. ഓക്കെ. 2 മണിയാകുമ്പോൾ വരുമ്പോഴത്തേനൊക്കെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കണേ. അപ്പോൾ ചേരുവകളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി സെറ്റാക്കി പാത്രത്തിൽ വെക്കട്ടെ. ഇങ്ങോട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മളത് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടോ. തക്കാളി 2 തക്കാളി മതിയില്ലേ? പുളി കൂടണ്ട. ഞാൻ എന്നും പറയുന്നുണ്ട് കറിയിൽ പുളി കൂടുണ്ട്. അതിലൊരു മാറ്റവും പരിഞ്ഞോളി. പരിപാടി എടുക്കട്ടെ. ഓരോന്ന് ചെയ്യാണ് ഇങ്ങനെ പണി. ടീച്ചറെ മരുകളുണ്ടായിരുന്നു. കർണാടക മാഷ ഇന്നൊരു വർത്താനം പറഞ്ഞിട്ടത് പാവം തോന്നും. അടുത്ത മുളക് കിട്ടാ. കുറെ പേരുണ്ടായിരുന്നു ഹോസ്പിറ്റലില്. അമ്പാ ഒരുപാട് പെണ്ണുങ്ങള് ഒക്കെ പണി കഴിഞ്ഞിട്ട് അങ്ങനെ വരികയാണ്. അതിന് വിശന്നിട്ട് വയ്യ നേഴ്സ് ഡോക്ടർക്ക്. എന്താ നേരം വൈകി? പച്ചമുളക് പിന്നെ അവനവന്റെ എരിവിന് ആവശ്യത്തിന് എടുക്കുക അല്ലേ? അതെ. ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടോളൂ. ആവശ്യത്തിന് മുളക് പൊടിയൊക്കെ ഇത് ചേരാനുള്ളതല്ലേ? പിന്നെ കറിവേപ്പിൻ്റെ അല്ലേ? കറിവേപ്പില ഇല്ലാത്ത എന്ത് കറി. ഓക്കെ. അപ്പം അതിലേക്കുള്ള സാധനങ്ങൾ കരിഞ്ഞ് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
ഇനി ഇവർക്ക് അരവ് കൂട്ടണം. അരവ് കൂട്ടട്ടെ. വാ ആ പരിപാടി ആയിട്ട് വരാട്ടാ. നമ്മളെ ഏട്ടച്ചില് കിടക്കണം മുട. പക്ഷേ ഒരു ഏട്ടച്ചിലിക്ക് മുട ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നേ കിട്ടിയുള്ളൂ. ഇത് മാത്രമായിട്ട് കിട്ടുന്ന സമയം ഉണ്ടാവും ചന്തയിൽ. അപ്പോൾ പോയേക്കാം. ആ ഇടൽ തുടങ്ങി. ആ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഓക്കെ. അടുത്തത് അങ്ങനെ മല്ലിപ്പൊടി, തക്കാളി ഇതിലിട്ട് കുഴയ്ക്കണം. കണ്ട ഉപ്പിട്ട്. ഇത് ഞങ്ങളൊരു രീതിയാണ് കേട്ടാ. പലരും പല രീതിയിലാവും വെക്കുന്നുണ്ടാവുക. ഓക്കെ. വെള്ളം ചേർക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഉള്ള പൊടികളും പിന്നെ അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിങ്ങാണ്ട് മിക്സ് ചെയ്യാം അല്ലേ? മിക്സ് ചെയ്യണേ. രാവിലെ എന്താ ഉണ്ടാക്കിയത്? ദോശ. ദോശയും ചട്നി ഉണ്ടാക്കി വെച്ചേക്കിന്. നല്ല ഉള്ളി ചമ്മന്തി. കുഴപ്പമില്ല. ദോശ കൂട്ടിങ്ങാണ്ട് ഒരു പിടുത്തം പിടിക്കാം. ഓക്കെ. അപ്പോൾ ഇത് അടുപ്പത്തേക്ക് അങ്ങനെ വെക്കാനുള്ള അടുപ്പ് കത്തിക്കുക. അടുപ്പത്തേക്കാണ് അങ്ങനെ ചെയ്തിട്ടാ. ലൈറ്റർ കൈ പിടിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ സ്പീഡ് ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ആദ്യം ലൈറ്റർ എടുത്ത് കൈ പിടിക്കുക, എന്നിട്ട് ഗ്യാസ് ഓണാക്കുക, അടുപ്പ് ഓണാക്കിയിട്ട് അടിക്കുക. അല്ലാതെ ഓണാക്കി വെച്ചതിന് ശേഷം ഗ്യാസിൽ വിളക്ക് തപ്പാൻ പോകരുത്, ലൈറ്റർ തപ്പാൻ പോകരുത്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഒന്ന് തിളക്കട്ടെ, എന്നിട്ട് മീനിട്ട് കൊടുക്കാം. അപ്പോൾ അത് തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ. ഇനി അടുത്ത് വറക്കാനുള്ളതിന് വരട്ട് കൊടുക്കുക കേട്ടോ. അരവ് പിടിക്കാനേ ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ പട്ടാപ്പട്ട് പണിയാ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ മീൻ ഇഷ്ടമുള്ളവരുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അത് ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾ വയ്ക്കുന്ന രീതിയും. തക്കാളി വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. പച്ചമുളക് ശേഷം ഞാൻ ഇതിലേക്ക് മീനിടാം. ഒക്കെ ചേർത്ത് ഇത് വറക്കാനുള്ളതാ. മീൻ കൂടെ വറക്കണേ കിട്ടോളി. ഓക്കെ. മുടുക. ഓക്കെ. മുടുക. മുട മുട. അപ്പോൾ ഏകദേശം അമ്മ പരിപാടി കേട്ടാ. ഞാൻ ഇതിലേക്ക് അരവ് കൂട്ടുമ്പോൾ വരാം. 3 മുടുക ഉണ്ട്. ആ മൂന്നാമത്തെ മുടുക എവിടെ? ആ അതിനുള്ളിലുണ്ട്. മുടണ്ട്. ഓക്കെ. കുഞ്ഞുമുടയാണ്. ഓക്കെ. 3 മുടുക ഉണ്ട്. എന്നോട് നല്ലോണം ചോറുണ്ണാനാ അറിയുന്നത്. തീരെ ഇതില്ലല്ലോ, ശക്തി ഇല്ലല്ലോ. 62 വയസ്സായിന്ന് പറയും. ശക്തി ഇല്ല. 62 വയസ്സൊന്നൊരു കണക്കല്ല. ഇപ്പോഴത്തെ കാലത്ത് 50 കഴിഞ്ഞ് കഴിഞ്ഞ ഒരു മനുഷ്യ ജീവിതത്തിലെ ഘട്ടം 50 കഴിഞ്ഞ്. ഇപ്പൊ ആരും അധികം കാലം ഒന്നും തയ്ക്കണമൊന്നുമില്ല. നിങ്ങൾ ഇത്രയെങ്കിലും എത്തിയില്ലേ? പിന്നെ പീഡിയയിൽ നിന്നിരുന്ന അയാൾ മരിച്ചടാ. എന്താണ്? ഏത് പീഡിയയിൽ നിന്ന്? നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നല്ലോ. ആ കാക്കയല്ല, സദാനന്ദേട്ടൻ. അങ്ങനെ പറയും. ഞാൻ വെച്ച് ആ കാക്കനാണെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞ്. ആ കാക്കനാണെങ്കിൽ 2 ദിവസം മുമ്പ് കൂടി കണ്ടിട്ടുള്ളൂ. ആള് കണ്ണ് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാണ്ട് ഇരിക്കുകയാണ്. ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ. മുമ്പ് നമ്മള് സാധനങ്ങൾ വാങ്ങിയിരുന്ന ഒരു കട കേട്ടോ. നമ്മള് പെട്ടെന്ന് വിചാരിച്ചു അതാണെന്ന് വിചാരിച്ചു. പാവം തോന്നുന്നു. മോളെടുത്തെന്നാണ് മരിച്ചത്. അപ്പൊ ആ പരിപാടി അവിടെ നടക്കട്ടെ. കോഴിക്കോട് നിന്നാണ് മരിച്ചത്. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്തതിൻ്റെ ബാക്കി അരവുകൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിരുന്നിട്ട് അപ്പം ഞാൻ അതിലാണ് അടുത്ത അരവ് കൂട്ടണത്. എന്തിനാ വെറുതെ കളയണില്ലേ? കളയണ്ടല്ലോ. ആ അരവ് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ വറക്കാനുള്ള മീൻ. അതിനകത്ത് അതേപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടി ഉപ്പ് അത്ര തന്നെയല്ലേ ഉള്ളൂ.
ഇറച്ചിപ്പൊടി പിന്നെയും പറയാൻ വിട്ട് ഇറച്ചിപ്പൊടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. രസം ഉണ്ടാവും. കുരുമുളക് പൊടി ഉണ്ടായിരുന്നില്ലേ? ഇല്ലല്ലോ. ഇല്ല, ഒക്കെ പൊടിച്ചുണ്ടാക്കിയിട്ട് വേണം. മിക്സിയിലടിച്ചാൽ മതി. എങ്കിലും വേണ്ട, ഇനിയിപ്പോൾ അതിന് കണ്ട. നിങ്ങൾ വേഗത കഴിഞ്ഞിട്ട് ഒന്ന് പോയി കടന്നോളി. ഇപ്പോൾ അവന് ഡ്യൂട്ടി ഇല്ലാന്നുണ്ടെങ്കിലേ, ഇപ്പോൾ ഏട്ടന് ഡ്യൂട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ ചെയ്യും ഇത്. അവൻ നല്ല രീതിയിൽ മീൻ കറി വയ്ക്കും, വർക്കൊക്കെ ചെയ്യും കേട്ടാ. അതിനൊക്കെ ആൾ ഉഷാറാണ്. അപ്പോൾ അതിഞ്ഞൊന്ന് പിടിക്കാതിരിക്കട്ടെ അല്ലേ? പിടിക്കട്ടെ, പിടിക്കട്ടെ. കറിയാവട്ടെ. പിടിച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. തിളച്ച് വരുന്നില്ലേ? ഒന്നും തിളക്കട്ടെ. ഇതെന്താ പരിപാടി? ഉള്ളി അരിഞ്ഞ് വറവിടാൻ കറി. കറിയിൽ വറവിടാനല്ലേ? ഓക്കെ, ആ പരിപാടി നടക്കട്ടെ. ചെറിയ ഉള്ളിയാണ്, അരിഞ്ഞ് വറവിട്ടാൽ നല്ല രസം ഉണ്ടാവും. തിളച്ചോ? തിളച്ചേക്കും. മീടണം അതിൽ ഒന്നുകൂടി തിളച്ചോട്ടെ. നമ്മൾ മീടാൻ പോവാണേ. കയ്യൊക്കെ നോക്കി. അരവ് വെന്ത മണം നല്ലുണ്ട്. വളക്കണേ. ഓക്കെ, ഇത് വേഗം ആവില്ലേ? ഒരു തളല്ലേ? പെട്ടെന്നാവും. അടച്ചു വെച്ചാൽ വേറെ കടന്ന് വേവട്ടെ. ഇനി ഇവനാണ് കേട്ടാ. ഇതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ദോശ കൂട്ടിക്കൊണ്ട് ഒരു പിടുത്തം പിടിക്കാം. ഓക്കെ, വയറ് വിശക്കുണ്ട്. അപ്പോൾ ഏതായാലും ഈ പരിപാടിയൊക്കെ ഒന്ന് കഴിയട്ടെ. നമുക്കൊന്ന് തുറന്ന് ഉപ്പ് നോക്കാം അല്ലേ? എന്തോന്നുള്ളത് നോക്കണം. കൈ നോക്കി, കൈ ഒന്ന് പൊളിച്ചുണ്ടാക്കല്ലേ. നല്ല മണം. ഇനി ഉണ്ടല്ലോ, വേവാണ്ട്. ഒന്നുകൂടി വേവാണ്ടല്ലേ? ഉപ്പുണ്ട് ആദ്യം നോക്കി. ഉപ്പ് കുറക്കിയിട്ടാ? ഉപ്പുണ്ട്. ഉപ്പുണ്ട്, ഒക്കെ പറയും. കുറേ കഴിയുമ്പോൾ കൂട്ടാൻ നേരത്തെ ഉപ്പിൻ്റെ കാഠിന്യം മനസ്സിലാവുക. അങ്ങനെയാണ് ഗൈസ്. ഇപ്പോൾ 3-4 ദിവസമായി ഞാൻ അമ്മയോട് പറയുന്നുണ്ട് ഉപ്പ് കൂടുതലാണ് കറിയിലെന്നേ. അവിടെ കേൾക്കാൻ എനിക്ക് തോന്നുന്നു ഈ ഷുഗർ പ്രഷറിൻ്റെ ഒക്കെ എന്തെങ്കിലും ആയിരിക്കും മൂപ്പർക്ക് മനസ്സിലാവാത്തേ. അതിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്താ കൂടുതലെന്ന് പറഞ്ഞ്? പ്രഷറല്ലേ കൂടുതൽ? പ്രഷർ തന്നെ. ഈ ഉപ്പിൻ്റെ തന്നെ ഇതിനെപ്പറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ, എന്താ സംഭവം എന്ന്. ഇനി ഇവനാണ്. അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ പിന്നെ വേറെ എന്തൊക്കെ പോവലുണ്ടോന്ന് കിടക്കലൊക്കെ ഉണ്ട്. തല കറങ്ങുമ്പോ പോയി കിടക്കും. വേറെ എന്തൊക്കെ ചോദിച്ചു? രക്തകമ്മിയുണ്ട്, പിന്നെ ക്ഷീണം ഉണ്ടല്ലേ എന്ന് വെച്ച് പറഞ്ഞു. രക്തക്കുറവിൻ്റെ കമ്മിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി മെയിൻ കാര്യം ഫുഡ് അടിക്കണം. എന്താ തിളച്ച് മറിയുണ്ട്. അത് വറവിടണൊക്കെ എടുക്കണം. പിന്നെ വറവിടണം വേണ്ടേ? അതോടുകൂടി മീൻ കറി അവസാനത്തല്ലേ വറവിടലല്ലേ? അപ്പോൾ അത് എടുക്കാതെ എങ്ങനെയാണ്? മീൻ വറുത്തെടുത്തിട്ടൊക്കെ ഞാൻ കഴിക്കാം. ഉള്ളി വെന്തോട്ടെ. എല്ലാതും ഉണ്ട്, എല്ലാതും ഉണ്ട് എന്ന് പറയാൻ വിശപ്പ് സഹിക്കാൻ വയ്ക്കില്ല. നോക്കി സൂപ്പർ. എൻ്റെ കാര്യം നോക്കണ്ടേ? ഇനി അടുത്ത പരിപാടിയാണ്. ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വറവിടാനുള്ളത് സെറ്റാക്കുകയാണേ. ഉള്ളി മൂപ്പിക്കുകയാണ്. അത് ചേർന്നാൽ കൂട്ടാൻ നല്ല സ്വാദാണ്. അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറാണ്. ബ്രൗണായി വന്നല്ല. ആയില്ലേ? നിർത്ത് തട്ടിക്കോളി.
അടിപൊളി. ഓക്കെ, ഞാൻ നടച്ച ചാടി ആവി കറന്ന് കണ്ട് സെറ്റ് ആവട്ടെ. ഓക്കെ, ഇനി നമ്മളടുത്ത പരിപാടി ഇതാണേ. ഇവനെ 2 എണ്ണത്തിനെ വറുത്തിട്ട് വേണം എനിക്ക് കൊണ്ടുപോയിട്ട് ദോശ കഴിക്കാൻ. ബാക്കി പിന്നെ അമ്മ വറുത്തുണ്ടാക്കിക്കോളും. അപ്പോൾ അത് കഴിഞ്ഞ് വറുക്കാനുള്ള എണ്ണയൊക്കെ ഒഴിച്ച് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടേ. ഓക്കെ, ഇനി എടുത്തോളി. ഒരിടന്ന് വറുത്താൽ മതിയാ? ആ, ഇത് ബാക്കിയാ ഏട്ടൻ വരുമ്പോൾ പിന്നെ അപ്പോൾ പുറത്ത് കൊടുത്താൽ മതി. ഓക്കെ, മതിയല്ലേ? മുട 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 മൊത്തം എടുത്തിട്ടോളൂ. മുട എൻ്റെതാണ്. മുട വിട്ടൊരു കളിയില്ല. വേണ്ടതാണെങ്കിൽ 2 മുട വെച്ചോളിട്ട് ഏട്ടന്. ആ മതി വയ്ക്കും, അത് ഏട്ടന് വെച്ചോളിഞ്ഞ് പറഞ്ഞ പോലെ ഏട്ടന് മുട വെച്ചിട്ടുണ്ടേ. ഞാൻ മാത്രം തിന്നെന്ന് പറയരുതേ. ഓക്കെ, കണ്ട ഉണ്ട്. ഇനി ഇത് ആവശ്യാനുസരണം എടുത്ത് വറക്കുള്ളൂ കേട്ടോ, വറുത്ത് വയ്ക്കൂല. അപ്പോൾ എൻ്റെ ഇത് അവിടെ നിന്ന് വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് കാണുക. ഓക്കെ അല്ലേ? അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ പറഞ്ഞ മാതിരി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ബൈ. എന്താ പൊട്ടണ്? മുട്ടയാണോ പൊട്ടിയത്? ഓക്കെ, ആ മുട പൊട്ടി തെറിക്കുന്നുണ്ട്. ആ മുട പൊട്ടി തെറിക്കുന്നുണ്ടാ. ശ്രദ്ധിക്ക്. മോളൊന്നും കേടെടുത്തില്ല കണ്ട. ഇപ്പോൾ പൊട്ടി തെറിച്ചതാണ് മൊത്തം. അടച്ചേക്ക്. ഓക്കെ, മുട്ട പൊട്ടി തെറിച്ചത് അതാ കിടക്കുന്നത്.